ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മുസൽമാൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇസ്ലാമികമായ ജീവിതത്തിന് അടിത്തറയിടുന്നത് ഷഹാദത്തിലൂടെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ആവർത്തിതമായി പ്രഖ്യാപിക്കുന്ന സാക്ഷ്യവചനമാകുന്നു അത്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യവചനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റു മനുഷ്യരിൽ നിന്ന് തനിക്ക് ഒരു വ്യതിരക്തതയുണ്ട്. എല്ലാ മനുഷ്യരെ പോലെയും ഞാൻ ആകാൻ പാടില്ല. മറിച്ച് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന പ്രത്യാശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ഏകനായ അല്ലാഹുവിന് മാത്രമായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ആരാധനകളായി കണ്ടുകൊണ്ടിരിക്കുന്നവയെല്ലാം അവന് മാത്രമായി സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനകളായി നമസ്കാരങ്ങളും നോമ്പും ഹജ്ജും നേർച്ചകളും വഴിപാടുകളും എല്ലാം അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കലാകുന്നു ഇസ്ലാമിൻ്റെ ഷഹാദത്തിൻ്റെ ഒന്നാമത്തെ താല്പര്യം. അതിനെ ഞാൻ അവഗണിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ തള്ളിക്കളഞ്ഞാൽ പേരുകൊണ്ട് മാത്രം മുസ്ലിമാവുകയും പടച്ച റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യതയില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ഷഹാദത്ത് അംഗീകരിച്ചിരിക്കുന്ന ആളുകൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ അംഗീകാരം മനസ്സാ വാചാ കർമ്മണ ഏറ്റുകഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹൂ. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് എന്താണോ വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തമായി ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള അവകാശം മതത്തിലില്ല. പ്രവാചകൻ എന്തെന്നാണോ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ്. സൂറത്തുൻ നജ്മിൽ നമുക്ക് കാണാൻ കഴിയും, വമാ യൻതിഖു അനിൽ ഹവാ
ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒരു വാക്കും ഉച്ചരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതുകൊണ്ട് കൃത്യമായ ദൈവീകമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ആ മതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതായ സകല കാര്യങ്ങളും നിങ്ങൾക്ക് വിരോധിച്ചു തന്നിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ആ മതം പൂർത്തീകരിക്കപ്പെട്ട മതമായി ഖുർആൻ നമുക്ക് അടിവരയിട്ട് മനസ്സിലാക്കി തരികയും ചെയ്തു. സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടതായ ഒരു മതമായി അംഗീകരിച്ച് തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ മതം യഥാർത്ഥമായ രൂപത്തിൽ ദുനിയാവിൽ നിലനിൽക്കണമെങ്കിൽ പ്രാമാണികമായ രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായ രൂപത്തിൽ സമൂഹത്തിനത് ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രാമാണികമായി നിലനിൽക്കുന്ന മതവും പാരമ്പര്യമായി നിലനിന്നു പോകുന്ന മതവിശ്വാസങ്ങളും ഉണ്ട്. ആ മതവിശ്വാസങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് പലപ്പോഴും മതമേത് മതമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലൂടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ മേലങ്കി വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കോപ്രായങ്ങളും സമൂഹത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഇതും മതമാണെങ്കിൽ എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് എങ്കിൽ ഈ ഒരു മതത്തെ വേണ്ടതില്ല എന്ന് മനസ്സിലാക്കി മതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മതത്തിന് വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ കടന്നു വന്നിട്ട് ഇത് മതമാണെന്ന് മനസ്സിലാക്കിയെടുത്താണ് ആളുകൾ പോകുന്നത്. എന്നാൽ യഥാർത്ഥമായൊരു മതം അഖീദപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ മതത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വീകാര്യതയുണ്ടാകും. വളരെ വേഗത്തിൽ അത് ലോകത്ത് പ്രചരിക്കും. ആ പ്രചാരണമാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേവലം 23 വർഷങ്ങൾ കൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രൗഢമായി നിലനിൽക്കുന്ന, ലോകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ലോക നേതാവായിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 23 വർഷക്കാലത്തെ മക്ക ജീവിതം, അതിൽ 13 വർഷക്കാലം മക്കയിലും 10 വർഷക്കാലം മദീനയിലുമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ആ ജീവിത കാലഘട്ടത്തെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിൻ്റെ ജീവിതമായി അടയാളപ്പെടുത്തുന്നത്. ആ ജീവിതത്തിൽ വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്, അനുഷ്ഠാന രംഗത്ത് എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കൃത്യമായ ജീവിതം സ്വയം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നീട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിക്കൊണ്ട് ലോകത്തൊരുപാട് കുപ്രചാരണങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചക ആദർശം മുന്നോട്ട് പോകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയത് സ്വഹാബാക്കളല്ല, പത്നിമാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ രഹസ്യമായ പരസ്യമായ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു പ്രഖ്യാപിച്ചു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്നുള്ളത്. ആ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ പ്രവാചകനിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാൻ കാരണമായിട്ടുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂചിപ്പിച്ചത് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും ഇസ്ലാമിക മാനദണ്ഡങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട പ്രവാചക സ്നേഹവും രണ്ട് വഴിയിലൂടെ പോകുമ്പോൾ
ഒരു യുവതലമുറയിൽ എങ്ങനെ മതത്തെ കാണണമെന്ന് പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് ആ സ്നേഹപ്രകടനങ്ങളെല്ലാം ഏതാനും ദിവസങ്ങളായി കഴിച്ചുകൂട്ടിയിട്ട് പിന്നീട് ഒരു സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് എങ്കിൽ ആ മതത്തിലൂടെ മുന്നോട്ട് പോകാൻ തലമുറകൾക്ക് സാധ്യമാവുകയില്ല. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിക്കുന്നു. ആ കൂടെ ജീവിച്ച സമൂഹത്തിന് വിശ്വാസത്തിന്റെ കൃത്യമായ പാഠങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. വിശ്വാസരംഗത്ത് റസൂലുള്ളാഹിയിൽ നിന്ന് സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാതൃക എന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന സന്ദേശത്തിലൂടെയാണ്. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. വിശ്വാസരംഗത്ത് ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഖുർആനിക വചനം അതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് മദ്ഹിന്റെ പേരിലായിരുന്നാലും പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരിലായിരുന്നാലും ശരി, അത് ഖുർആനിന് വിരുദ്ധമാണ്, പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാകുന്നു. അതുകൊണ്ട് യഥാർത്ഥമായ സ്നേഹത്തെ ഖുർആനിൽ നിന്ന് നാം തിരിച്ചറിയണം. ഖുർആൻ പറഞ്ഞത് ഇന്നമാ അദ്ഉ റബ്ബി, പ്രവാചകരെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കപ്പെടേണ്ടതാണ്. ആ പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം വിരുദ്ധമായി മാറുകയാണ്. പള്ളി ആർക്കുള്ളതാണ്? സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി എന്നുള്ളത് അള്ളാഹുവിൻ്റെതാകുന്നു. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, അഹദാ, ഒരാളെയും വിളിച്ച് നിങ്ങൾ തേടുവാനോ പ്രാർത്ഥിക്കുവാനോ പാടില്ല. ഇതാണ് പള്ളിയുടെ ധർമ്മം. പക്ഷെ ആ പള്ളിയിൽ ഇരുന്ന് അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദുആയുടെ ആശയങ്ങൾ സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തെറ്റാടി എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത്. പ്രവാചകനുള്ള മദ്ഹാണ്, പ്രവാചകന്റെ സ്തുതിഗാനങ്ങളാണ്. പക്ഷേ ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പദവാചകങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനകൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന്, എല്ലാം വിശദീകരിക്കേണ്ട വേദിയല്ലത്, അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അന്ത മുൻജീനാ ഗദാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാം. അന്ത മുൻജീനാ ഗദാ, അള്ളാഹുവിന്റെ റസൂലേ, നാളെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. ഫിൽ ഖിയാമത്തി മുശ്ഫിഖ, പ്രയാസകരമായ ആ പരലോക ജീവിതത്തിൽ റസൂലെ താങ്കൾ എന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പരലോകത്ത് ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിൽ കാണാൻ കഴിയും, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. പാപം പേറുന്നവന്റെ പാപം പേറാൻ ഭരിക്കാൻ ആർക്കും സാധ്യമല്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഓരോ മനുഷ്യനും അവനവൻ പ്രയത്നിച്ചതിന്റെ പ്രയത്നഫലമല്ലാതെ വേറെ ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. ഇത് ആരോടെ റസൂലുള്ള പറഞ്ഞു കൊടുത്തത്? പ്രത്യേകിച്ചും സ്വഹാബാക്കളോട് കൂടെ ജീവിച്ച സ്വഹാബികൾക്ക് ഈ വചനം ഓതിക്കൊടുത്തു. പിന്നെയോ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഫാത്തിമ? ഫാത്തിമത്തു ബിന്ത് കബദി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാകുന്നു. ആ ഫാത്തിമാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സലീനി മാ ശിഅ്തി മിൻ മാലി, മോളെ എൻ്റെ സ്വത്തിൽ നിന്ന് നീ ചോദിച്ചു കൊള്ളണം, ഞാൻ നിനക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് തരാം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിൽ നിന്ന് ഒന്നും വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അൻഖിദി നഫ്സിക്കി മിനന്നാർ, മോളെ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്നുകൊണ്ട് നീ തന്നെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് നൽകിയ മറുപടി. അതുകൊണ്ട് സമുദായം മനസ്സിലാക്കേണ്ടത്, പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. എങ്ങനെ പിൻപറ്റണം? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാം. മൻ അഹബ്ബ സുന്നത്തി, ആര് എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടുവോ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായിട്ട് മാറുന്നു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ നാളെ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അപ്പോൾ എന്താണ് സുന്നത്ത്? അസ്സുന്നത്തു മാ സന്നഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീരിഹി. സുന്നത്ത് പ്രവാചക ചര്യ എന്ന് പറയുന്നത് മിൻ അഖ്വാലിഹി, പ്രവാചകന്റെ ഖൗലുകളാണ്, വാക്കുകളാണ്. വ അഫ്ആലിഹി, പ്രവാചകന്റെ പ്രവർത്തനങ്ങളാണ്, പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിലുള്ള നമസ്കാരത്തിന്റെ ക്രമം പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാരണം, ആ ക്രമത്തിൽ നിന്ന് മാറിയിട്ട് പലതിലേക്കും ആളുകൾ സഞ്ചരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ അപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ സമുദായത്തിലെ ആളുകൾ 4 രീതിക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആളുകൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് പോകുന്നു, ചില ആളുകൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് പോകുന്നു, ചില ആളുകൾ മാലിക്കി ഹംബലി മദ്ഹബ് അനുസരിച്ച് പോകുന്നു. 4 ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറയുകയും ചെയ്യുന്നു. 4 രീതിയും 4 തരത്തിലാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ 4 രൂപത്തിലുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, മറിച്ച് ഈ 4നെയും അംഗീകരിക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്? മദ്ഹബിന്റെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സ്വഹീഹായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ മദ്ഹബ്. അതായത് എന്നിൽ നിന്ന് ഒരു വാക്ക് റസൂലുള്ളാഹിക്ക് വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ എൻ്റെ വാക്കിനെ നിങ്ങൾ തള്ളിക്കളയണം, എന്നിട്ട് റസൂലുള്ളാഹിന്റെ വാക്കിനെ സ്വീകരിക്കണമെന്ന് പറയുന്നത് ഇമാമിങ്ങളാണ്. അപ്പൊ 4 വേണമെന്നർത്ഥം. 4 മദ്ഹബിനെ സ്വീകരിക്കാം. എങ്ങനെ? 4-ൽ ചിലത് റസൂലുള്ളാഹിയുമായിട്ട് യോജിക്കുന്നതായിരിക്കും, യോജിക്കാത്തിനെ തള്ളിക്കളയണം, അല്ലെങ്കിൽ അത് അന്ധമായ അനുകരണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്ലാമിൽ മതം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ, സൂറത്തുൽ അഹ്സാബിലെ 33-ാം അധ്യായം, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മക്കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം കൽപ്പിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖീറത്തും മിൻ അംരിഹിം, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ മതത്തിൽ അനിവാര്യതയില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മതം പഠിക്കേണ്ടതും മതം മനസ്സിലാക്കേണ്ടതും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ടതിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന രൂപത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും പ്രവാചക സ്നേഹത്തെ അർത്ഥവത്താക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസൽമാനുള്ള ഏറ്റവും വലിയ ബന്ധം പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ സ്വലാത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമായി നിലനിർത്തപ്പെടേണ്ടവയല്ല എന്നും, മറിച്ച് പ്രവാചകന്റെ മേൽ അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എപ്പോഴും നിലനിർത്തപ്പെടേണ്ടവയാകുന്നു. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തുകളും അള്ളാഹിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ മതം ഈ ലോകത്ത് എത്തിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വളരെ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് തന്നെ മനസ്സിലാക്കിയാൽ മതി. എന്ത്? അള്ളാഹുവിന്റെ കലാം വഹീ ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ വചനങ്ങളും ഇറങ്ങുന്ന സമയത്ത് പ്രവാചകൻ അനുഭവിച്ച മാനസികമായ ശാരീരികമായ അസ്വസ്ഥതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ഖുർആനിലെ ആയത്ത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. എന്താണത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ
ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലെങ്ങാനും ഇറങ്ങിയിരുന്നു എങ്കിൽ, നോക്കണം, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമായി മാറുമായിരുന്നു. 23 വർഷക്കാലങ്ങൾക്കിടയിൽ ഓരോ ആയത്തും റസൂലുള്ളാഹിക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ശക്തമായ തണുപ്പുള്ള സന്ദർഭങ്ങളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി വിയർക്കാറുണ്ടായിരുന്നു എന്ന്. എത്ര ത്യാഗം, പ്രയാസം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ഈ സന്ദേശം എത്തിച്ചെന്ന പ്രവാചകന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ട്, മലായിക്കത്തിന്റെ രക്ഷയുണ്ട്. ഓരോ മുസൽമാനും യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലൈഹി സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫഅലൈഹി അസ്റ സ്വലാത്തൻ, അവന്റെ മേൽ 10 സ്വലാത്തുകൾ ഉണ്ടാകും. ആ നാമം കേൾക്കുന്ന സമയങ്ങളിലെല്ലാം സ്വലാത്ത് ചൊല്ലേണ്ടത് മുസൽമാന്റെ നിർബന്ധമായ ബാധ്യതയാണ്. നമ്മൾ എതിർക്കുന്നത് എവിടെയാണ്? റബീഉൽ അവ്വലിന്റെ 1 മുതൽ 12 വരെ വീടുകളിൽ കൊണ്ടുപോയി കാർഡ് കൊടുത്തിട്ട് വീട്ടിലുള്ളവരെ കൊണ്ട് സലാം ചൊല്ലിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ട് അതെല്ലാം കൂടി ഹദിയ ചെയ്യാനായിട്ട് ഒരു ഉസ്താദ് വരും, ആ ഉസ്താദ് അള്ളാഹിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന ആ ബിദ്അത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഓരോ ദിവസവുമുള്ള പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുമ്പോഴൊക്കെ സ്വലാത്ത് വേണം. ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ആ ദുആ നിർവഹിക്കാൻ. എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ട? സഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൊടുത്ത മറുപടിക്ക് അനുസരിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വലാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രവാചകൻ ഈ ലോകത്തിന് എന്തിനു വേണ്ടി അയക്കപ്പെട്ടിട്ടുണ്ടോ ആ അയക്കപ്പെട്ട സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ ഈ സമൂഹത്തിന്റെ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലെ താങ്കളെ നാം അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ. പ്രവാചകന്റെ കാരുണ്യബോധമാണ് യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് കൂടുതലായി പ്രസരിക്കേണ്ടത്. അങ്ങനെ ചരിത്രം പഠിച്ച ചരിത്ര വക്താക്കളാണ് റസൂലുള്ളാഹിക്ക് ഉന്നതമായ സ്ഥാനം നൽകിയത്. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ 100 പ്രഗത്ഭരായ ആളുകളെ കുറിച്ച് ചരിത്രം എഴുതിയിട്ട് അതിലൊന്നാമത്തെ സ്ഥാനം നൽകിയത് അസ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എന്താ കാരണം? റസൂലുള്ളാഹിന്റെ ജീവിത മഹിമയെ ലോകത്തിന്റെ മുന്നിൽ അവർ വായിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഖുർആനും പറഞ്ഞത്, ഇസ്ലാമിന്റെ അനുയായികളെ, ലോകത്ത് പലതരത്തിലുള്ള ആളുകൾക്കിടയിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ക്ഷമയുടെയും മുഖമുദ്രകൾ ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ജനങ്ങൾ റസൂലിലേക്ക് വന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് റസൂലെ നീ അവരോട് ലോലമായി പെരുമാറിയത്. വലോ കുന്ത ഫവ്വൻ വലീദൽ ഖൽബ്, നീ എങ്ങാനും പരിശ സ്വഭാവിയും കഠിന ഹൃദയനും ആയിരുന്നുവെങ്കിൽ ലൻ ഫള്ളൂ മിൻ ഹൗലിക്, ചുറ്റുഭാഗത്തു നിന്നും അവർ ഓടിപ്പോകുമായിരുന്നു. ധാര മനസ്സിലാക്കേണ്ടത്, ഈ മതം പ്രബോധനം ചെയ്യുന്ന ആളുകൾ, അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പ്രവാചകന്റെ ഈ വാക്യത്തെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഈ റഹ്മത്തിന്റെ വാചകം ശ്രദ്ധിക്കണം. റസൂലുള്ള ലോകത്തിന് കാരുണ്യമായി നിലകൊണ്ടിട്ടുണ്ട് എങ്കിൽ ആ റസൂലിനെ ജീവിതത്തെക്കാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസൽമാനും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കരുണയുടേതായ ആശയത്തെ ലോകത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രതികാരം ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് റസൂലുള്ള ലോകത്തിന് കരുണയുടെ ചിറക് വിരിച്ചു കൊടുത്തത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അട്ടിപ്പുറത്താക്കി. കരഞ്ഞ കണ്ണീരുമായി റസൂലുള്ള മക്കയിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. റസൂലുള്ള പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, എനിക്കിഷ്ടപ്പെട്ട നാടാണ് ഈ മക്ക, ഇവരെന്നെ ഇവിടെ നിന്ന് അട്ടിപ്പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ ഞാൻ കഴിച്ചുകൂട്ടുമായിരുന്നു. ആ കണ്ണീരിന്റെ വേദനയുമായി പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു മക്കയിലേക്ക് വരികയും മക്കയുടെ ആധിപത്യം റസൂലുള്ളാഹിന്റെ കൈകളിൽ വരികയും ചെയ്തു.
അന്ന് റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചവരെല്ലാം അതിന്റെ ചുറ്റുഭാഗത്ത് നിൽപ്പുണ്ട്. ആളുകൾ പറഞ്ഞു, ഹദാ യൗമുൽ മൽഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, സകലതിനും പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാകുന്നു. ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളുവിൻ, എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. ആ സമൂഹം ഇസ്ലാമിലേക്ക് കൂട്ടമായി പലായനം ചെയ്ത് വരികയാണ് ചരിത്രത്തിൽ കാണാൻ സാധിച്ചത്. അപ്പോഴാണ് സൂറത്തുൻ നസ്ർ ഇറങ്ങുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന്റെ വിജയവും സഹായം വന്നെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാ സഹായം? വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരികയും ചെയ്യുന്നത് കണ്ടാൽ ഫസബ്ബിഹ്, അല്ലാഹുവിനെ നീ പ്രകീർത്തിക്കണം, അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനോട് പാപമോചനം തേടണം. അവൻ നിങ്ങൾക്ക് പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാകുന്നു. എന്താ ഈ ജനങ്ങൾ വരാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവ മഹിമയാണ്, കാരുണ്യബോധമാകുന്നു. അതുകൊണ്ട് പ്രവാചകനെ ജീവിതത്തെക്കാൾ സ്നേഹിക്കേണ്ടവരാണ് ഓരോ മുസൽമാനും. പക്ഷെ അവിടെ പ്രവാചക ജനന മരണത്തിന് അപ്പുറത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്റെ ജീവിതത്തെയാണ്. ജനനത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഡേറ്റ് ചരിത്രത്തിൽ കാണുക സാധ്യമല്ല, സംശയാസ്പദമാണ്. എന്നാൽ മരിച്ച ദിവസത്തെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കുണ്ട്. അത് റബീഉൽ അവ്വൽ 12-നാണ്. മദീന കരഞ്ഞ ദിവസമാണ്, സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞ ദിനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഉമറേ ക്ഷമിക്ക്, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിരിക്കുന്നു. അള്ളാഹനെയാണ് നീ ആരാധിക്കുന്നത് എങ്കിൽ അള്ളാഹു ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകന് അള്ളാഹുവിന്റെ തീരുമാനമാകുമ്പോൾ വിട പറയേണ്ടി വരും. അങ്ങനെ മദീന കരഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എവിടെയാണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട് കഴിക്കാറില്ലേ? മരിച്ചുപോയ ഉപ്പമാട് ആണ്ട് കഴിക്കാറില്ലേ? ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാറില്ലേ? റസൂലുള്ളാഹിന്റെ ആണ്ട് എന്തുകൊണ്ട് കഴിക്കുന്നില്ല? റസൂലുള്ളാഹിന്റെ ആണ്ട് കഴിക്കേണ്ട ദിവസമായിരുന്നു റബീഉൽ 12. അത് മറച്ചു വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോപ്രായങ്ങൾ സമുദായം കാട്ടിക്കൂട്ടുന്നത്. മദീന കരഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് ജനന മരണത്തെക്കാൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കറകളഞ്ഞ ആ ജീവിതത്തെ മനസ്സിലാക്കിയിട്ട് ഈ മതത്തെ റസൂലുള്ളാഹി എങ്ങനെയാണ് എത്തിച്ചു തന്നിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാര്യങ്ങൾ വ്യക്തമായി ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ ഈ സമുദായം ഇങ്ങനെ സത്യസത്യമായി ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടും പല ആൾക്കാരും ഇപ്പോഴും പഴയ കോലത്തിലൊക്കെ തന്നെ തിരിഞ്ഞു പോകുന്നുണ്ട്. എന്താ കാരണം? അതിനും വിശുദ്ധ ഖുർആന്റെ മറുപടിയുണ്ട്. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത് ആമുഖമായി ഓതി വെച്ചത് അതാണ്. അല്ലാഹു പറയുന്നു, വമയ്യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് എതിരായി നിലകൊള്ളുകയാണ് എങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായി കിട്ടിയതിന് ശേഷവും അല്ലാഹുവിന്റെ റസൂലിന് എതിരായിട്ട് ആരെങ്കിലും നിലകൊള്ളുകയാണ് എങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞു പോയതിലേക്ക് നാം അവനെ തിരിച്ചു വിടുക തന്നെ ചെയ്യും. എന്നാൽ അവൻ അതാണ് നല്ലത് തോന്നിയാൽ അതിലേക്ക് തന്നെ പോകും. ആണ്ടും ഉറൂസും നേർച്ചക്കൊടവും ഇതൊക്കെ തന്നെയാണ് മതമെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോയാൽ അത് തന്നെയായിരിക്കും അവിടെ ചേരുക. അല്ലാഹുവിന്റെ റസൂൽ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന മന്ദിരമാക്കി മാറ്റരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു നേർച്ചപ്പൂര അതുപോലെ ഉറൂസ് നടത്തുന്ന കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവിടെ സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയുണ്ടാകുന്നത്. പ്രവാചകന്റെ പ്രാർത്ഥനയുടെ നിമിത്തമാകുന്നു. എന്നാൽ ചില ആളുകൾക്ക് ഇതുപോലെ ജാറങ്ങളും മഖബറകളും വേണമെന്ന് ആ അവസ്ഥയിൽ പോകുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു, നുവല്ലിഹി മാ തവല്ല, അവൻ പിരിഞ്ഞു പോയതിലേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ കടത്തും ഞാൻ അവനെ. വസാഅത്ത് മസീറ, ഏറ്റവും ചീത്തയായ താവളവും പാർപ്പിടവുമാകുന്നു. അതുകൊണ്ട് പരലോക ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃക സ്വീകരിക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്.
വൽ യൗമിൽ ആഖിർ, പരലോകബോധമുള്ള ആളുകൾക്ക്, വദക്കറല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് പരലോകത്താണ് ഇവിടുത്തെ മതജീവിതത്തിൻ്റെ യഥാർത്ഥമായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകേണ്ടത്. അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബിനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന സഹാബിയോട് പറഞ്ഞു, റബീഅ, താങ്കൾ എന്നോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുക. റബീഅ കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, ദുനിയാവിൽ എന്തെങ്കിലും ഞാൻ റസൂലിനോട് തേടിക്കഴിഞ്ഞാൽ അത് മരണത്തോടുകൂടി അവസാനിക്കും. പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, എനിക്ക് പരലോകത്ത് താങ്കളുടെ കൂടെ ഒരു അനുചരനായിട്ട് കഴിയണം, അതാണ് എൻ്റെ ആഗ്രഹം. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അത് മാത്രം മതി. മരണപ്പെട്ട് പരലോകത്തെത്തുമ്പോഴും റസൂലിൻ്റെ കൂടെ കഴിയാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ അഇന്നി അലാ കസറത്തി സുജൂദ്, എങ്കിൽ താങ്കൾ എന്നെ സഹായിക്കണം. അലാ കസറത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ സഹായിക്കണം. എന്ന് വെച്ചാൽ അള്ളാഹുവിൽ കൂടുതൽ അടുക്കുന്നതിലൂടെയാണ് നാളെ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. സൂചിപ്പിച്ചത് നിർബന്ധമായ നമസ്കാരങ്ങൾ ഒരു മുസൽമാൻ്റെ ഐഡൻറ്റിറ്റി. അത് കഴിഞ്ഞ് അതിനോട് വരുന്നതായ സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അങ്ങനെ നിർവഹിച്ചുകൊണ്ട് വേണം പരലോകത്ത് എൻ്റെ ഒരു അനുയായിത്തീരാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അനുഷ്ഠാന കർമ്മങ്ങൾ പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലൂടെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. എങ്കിലേ പരലോകത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതത്തെ യഥാർത്ഥമായ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ബാഹ്യമായി കാണുന്ന കുറേ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും നമുക്ക് നന്നായി തോന്നിയാലും പ്രവാചകനിൽ നിന്ന് അതിന് തെളിവില്ല എങ്കിൽ തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ധാർമ്മിക ബാലപാഠം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ നാം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ആളുകൾ വിമർശിക്കാറുള്ളത് ബിസ്മി ഇവർ ഉറക്കെ ചൊല്ലാറില്ല, നമസ്കാരം കൂട്ടപ്രാർത്ഥനയില്ല, മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഖുർആനോദലില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടത് നിർവഹിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ രൂപം നാം പഠിക്കുന്നു. അവിടെ ഉറക്കെ ചൊല്ലുന്ന സമയങ്ങളിൽ അൽഹംദു മുതലാണ് ഓതാറുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. എന്നാൽ ബിസ്മി ചൊല്ലുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞാലോ, നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം ഇരുന്ന് എഴുന്നേറ്റ് പോകാറാണ് പതിവ്. എന്നാലോ അത് കഴിഞ്ഞാൽ ചൊല്ലേണ്ട കർമ്മങ്ങളെക്കുറിച്ച് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. മരിച്ചു കഴിഞ്ഞാലോ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഖുർആനിൻ്റെ താക്കീരെന്ന് യാസീനിൽ പറയുമ്പോൾ മരിച്ചുപോയവർക്ക് ഓതാനുള്ളതല്ല എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനാണ് ഈ ഖുർആൻ. സൂറത്ത് യാസീൻ 70-ാമത്തെ ആയത്ത്, 12-ാമത്തെ ആയത്തും 70-ാമത്തെ ആയത്തൊക്കെ പഠിച്ചു നോക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഓതേണ്ട ഖുർആനിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു തവണ പോലും പഠിക്കാത്ത ഓതാത്ത വ്യക്തിക്ക് ഓതേണ്ടതല്ല എന്നത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ വിമർശിക്കുമ്പോൾ പ്രവാചകനിൽ നിന്നും മാതൃകയില്ലാത്ത ഒന്നും മതമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില അനുചരന്മാർ വന്നിട്ട് പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കിയിട്ട് ഒരാൾ പറഞ്ഞു, ഞാനിനി കാലാകാലം വ്രതമനുഷ്ഠിക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ രാത്രിന് ഉറങ്ങുകയേ ഇല്ല, രാത്രി മുഴുവൻ നമസ്കരിക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം സ്വീകരിച്ച് മുന്നോട്ട് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചില ആളുകൾ വന്നിട്ട് ഇന്നിന്നെ പോലെ പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നമസ്കരിക്കാറുണ്ട്.
ഉറക്കമിളച്ചൊരു ആരാധന എന്നിലില്ല. ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്, കാലാകാലം നോമ്പ് പിടിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലില്ല. അതുപോലെ ഞാൻ വിവാഹം കഴിച്ച് കുടുംബജീവനം നയിച്ച് മുന്നോട്ട് പോകുന്നവനാണ്. യുവതലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും മനസ്സിലാക്കുക, റസൂലുള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത് എങ്കിൽ അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ശരീരപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വതന്ത്ര ലിബറലിസം സ്വീകരിച്ചിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി വിവാഹം ത്യജിച്ച് ഒഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആളുകളുടെ പുതിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജീവിതം ഒന്നേയുള്ളൂ, അതിങ്ങനെ അടിച്ചു പൊളിച്ച് എങ്ങനെയും ജീവിക്കണമെന്ന് പറയുന്ന ഒരു ചുറ്റുപാട് സമൂഹത്തിൽ പ്രചരിക്കുന്നു. അവിടെ ഒന്നുകൂടി മനസ്സിലാക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം നന്നായി മര്യാദക്ക് ജീവിച്ചു പോകലല്ലേ ഹൈർ. ആ നല്ല ജീവിതത്തിന് ഇസ്ലാം പടച്ച റബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്ന് പ്രവാചകന്റെ ചതിയിൽപ്പെട്ടതാണ്. വിവാഹം കഴിക്കാതെ ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എപ്പോൾ വേണം? ഒരു ബാഅത്ത്, വിവാഹ ജീവിതത്തിന് കഴിവ് ഒരു പുരുഷനുണ്ടായി കഴിഞ്ഞാൽ അവൻ വേഗം വിവാഹത്തിലേക്ക് കടക്കണം. അതല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചതിയിൽപ്പെട്ടിട്ടുള്ളതാകുന്നു. പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദുനിയാവിലെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് യഥാർത്ഥമായി ഇസ്ലാമിനെ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ വന്നൊരു സഹോദരൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്രസവിക്കുകയും 7 മാസം കൊണ്ടാണ് പ്രസവിച്ചത്. അതിൻ്റെതായൊരു പ്രയാസമുണ്ട്, ഐസിയുവിലാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുകൂടി ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്ന് മാതാപിതാക്കൾക്ക് സംതൃപ്തിയുള്ള ഒരു കുഞ്ഞായി മാറാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പ്രളയങ്ങൾ, പ്രതിസന്ധികൾ, അവയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഇണകളിലൂടെ മക്കളിലൂടെ കൺകു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസുഖം ബാധിച്ച് വീട്ടുകളിലും ഹോസ്പിറ്റലുകളിലും എല്ലാവർക്കും പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ സമാധാനത്തോട് നിർഭയത്വത്തോടു കൂടി കഴിയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി മുവഹ്ഹിദായി ഏറ്റവും നല്ല മാതൃകയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മുസ്ലിമായി ഷഹാദത്ത് അംഗീകരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.